കെ.എസ്.ആർ.ടി.സിയെ കട്ടപ്പുറത്തു കയറ്റുന്ന നടപടികളാണ് എല്ലാ ഭാഗത്തുനിന്നും വരുന്നത്. എന്നാൽ കെ.എസ്.ആർ.ടി.സിക്ക് ലാഭമുണ്ടാക്കുന്ന കണ്ടെത്തലാണ് ചിറ്റൂർ യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറായ രവീന്ദ്രനും മെക്കാനിക്കായ വിനോദും ചേർന്ന് കണ്ടെത്തിയ സ്പീഡ് ഗവർണർ. സാധാരണ സ്പീഡ് ഗവർണറുകൾക്ക് 10,000 രൂപയോളം വില വരുമ്പോഴാണ് വെറും 500 രൂപയ്ക്ക് താഴെ ചിലവിൽ സ്വന്തം ഡിപ്പോയിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുതിയ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഇലക്ട്രിക്കൽ സ്പീഡ് ഗവർണർ നിരന്തരം തകരാറാകുന്നതാണ് ഇത്തരം പരീക്ഷണത്തിന് ഇവരെ പ്രേരിപ്പിച്ചത്. ബ്രേക്ക് ഡൗൺ ആവില്ല എന്ന് ഗ്യാരണ്ടി തന്നെ പറയാം. മറ്റേന്ന് പറഞ്ഞാൽ ഒരുപാട് കംപ്ലൈൻറ്റ് ഇലക്ട്രോണിക്സ് ആണ്. കേബിൾ പൊട്ടുകയോ ആക്സിലേറ്ററിന് കേടോ അങ്ങനെ പലവിധ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് വണ്ടി ബീഡി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആവുന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളൊരു 10-30 ദിവസം ഓടിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. മെക്കാനിക്കൽ സ്പീഡ് ഗവർണർ സ്ഥാപിച്ച ബസിന്റെ പരീക്ഷണ ഓട്ടത്തിൽ തന്നെ ഒരു ബസ്സിന് 15 ലിറ്ററോളം ഡീസൽ ലാഭിക്കാനും കഴിഞ്ഞു. ഇലക്ട്രിക്കൽ സ്പീഡ് ഗവർണർ സ്ഥാപിച്ച വണ്ടികൾക്ക് കയറ്റത്തിൽ വലിവ് കുറവായിരിക്കും. എന്നാൽ പുതിയതിന് ഒരിക്കലും ഇതുണ്ടാവുന്നില്ല. എല്ലാ ഗിയറിലും ഒരേ വേഗത ലഭിക്കും വിധമാണ് ഇതിന്റെ രൂപകൽപ്പന. ചിറ്റൂർ യൂണിറ്റിലെ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലാണ് കോർപ്പറേഷന് ലാഭമുണ്ടാക്കുന്ന ഈ കണ്ടെത്തൽ. കെ.എസ്.ആർ.ടി.സിക്ക് പറ്റുമെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾക്കും ഈ ഉപകരണം നൽകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഇതിന് അധികൃതരുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണിവർ. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.